ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. നമ്മൾ വീട്ടമ്മമാരൊക്കെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള വീടുമായിട്ടും പ്രത്യേകിച്ച് അടുക്കളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില ടിപ്പുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. നമ്മളിൽ പലർക്കും ഇതൊക്കെ അറിയാവുന്നത് തന്നെയാണ്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്പുകളുമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും കടുകിലേക്ക് ഒരൽപ്പം കംഫർട്ട് ഒഴിച്ചു നോക്കിയിട്ടുണ്ടോ? കംഫർട്ട് കൊണ്ടുള്ള വ്യത്യസ്തമായ ഉപയോഗങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ അന്നേ ദിവസത്തെ എല്ലാ പാത്രങ്ങളും കഴുകി തീർക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേപോലെ മടിയുള്ളതും തീരെ ഇഷ്ടമില്ലാത്തതുമായ ഒരു കാര്യം തന്നെയാണിത്. ചിലപ്പോഴൊക്കെ നമ്മൾ തിരക്ക് കാരണം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. ഇനിയിപ്പോൾ രാവിലെ ആവട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുന്നേ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. ചുമ്മാ അങ്ങനെ കഴുകി വൃത്തിയാക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കഴുകി തുടച്ച് അതാത് സ്ഥാനങ്ങളിൽ തന്നെ വെക്കാൻ നോക്കുക. ഇനി നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി തുടച്ച് എടുത്തു വെച്ച ശേഷം കിച്ചൺ സിങ്കിനകത്തേക്ക് ഒരൽപ്പം ബേക്കിംഗ് സോഡ ഇതുപോലെ ഇട്ട് കൊടുക്കാം. കിച്ചൺ സിങ്കിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇത് വിതറി കൊടുക്കാനായിട്ട്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അഴുക്കുകളൊക്കെ പോയി കിട്ടാനും സ്മെല്ലൊക്കെ മാറി കിട്ടാനും ഇത് ഒത്തിരി നല്ലത് തന്നെയാണ്. പാത്രങ്ങളൊക്കെ കഴുകുന്ന സിങ്കിനകത്ത് എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് തന്നെയായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഒത്തിരി നല്ലതാണിത്. ഈ ഒരു ബേക്കിംഗ് സോഡ നമുക്ക് കിച്ചൺ സിങ്കിന്റെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഉരച്ചു കൊടുക്കാം. കിച്ചൺ സിങ്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വേറെ ഒരു സ്ക്രബ്ബർ തന്നെ മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ തേച്ചു പിടിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 5 മിനിറ്റിന് ശേഷം ടാപ്പ് തുറന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ച് ഇതുപോലെ ഒന്നും കൂടി നമുക്ക് കഴുകിയെടുക്കാം. എല്ലാ ദിവസവും ഈ രീതിയിൽ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് പളപള വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ സിങ്കിലെ അഴുക്കും സ്മെല്ലും ഒക്കെ പോയി നന്നായിട്ട് തന്നെ തിളങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത്, നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാനെടുത്ത ഈ ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് സ്ക്രബ്ബർ എല്ലാം ഇട്ട് വെക്കാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നോ രണ്ടോ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിനും വിനാഗിരിക്കുമൊക്കെ ഒരുവിധം ബാഡ് സ്മെല്ലൊക്കെ പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ ജേംസിനെയൊക്കെ കൊല്ലാനും ഉള്ള കഴിവുണ്ട്.
ഈ ഒരു സ്പോഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ അണുക്കളൊക്കെ വരുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നതും ഈ ഒരു സ്പോഞ്ചിലൂടെ തന്നെയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്തു വെക്കാം. പിറ്റേ ദിവസം നമ്മൾ പാത്രങ്ങൾ കഴുകുന്ന സമയത്ത് സ്ക്രബ്ബർ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ എല്ലാവരും തന്നെ തുണികൾക്ക് മണം നൽകാൻ മാത്രമാണ് ഈ ഒരു കംഫർട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ കംഫർട്ട് കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംഫർട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൽ മുഴുവനും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. കിച്ചണിൽ മാത്രമല്ല കേട്ടോ, വീട് മൊത്തമായിട്ട് ഈ ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുന്നത്. ഗസ്റ്റ് ഒക്കെ വരുന്ന ദിവസങ്ങളിൽ റൂം സ്പ്രേയോ എയർ ഫ്രഷോ ഒന്നും ഇനി വേണ്ട. കംഫർട്ട് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. വീട് മുഴുവനും നല്ലൊരു സുഗന്ധമായിരിക്കും ഉണ്ടാവുക. രാത്രി സമയങ്ങളിൽ ഈ രീതിയിൽ നമുക്ക് കംഫർട്ട് തിളപ്പിച്ച് കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കാം. സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും അതുപോലെ തന്നെ സിങ്കിനുള്ളിലുള്ള ബ്ലോക്ക് മാറാനും ഒക്കെ ഈ ഒരു വെള്ളം നല്ലതാണ്. അതുപോലെ തന്നെ കിച്ചൺ സിങ്കിൽ നിന്നും വരുന്ന പ്രാണിശല്യം മാറ്റാനും ഇത് വളരെ നല്ലതാണ്. ഈ ഒരു വെള്ളം ചൂടാറിയതിന് ശേഷം എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലും ഗ്യാസ് സ്റ്റോപ്പിലും കിച്ചൺ സ്ലാബിലും ഒക്കെ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം. അതുപോലെ തന്നെ വീട്ടിനുള്ളിലെ കർട്ടനുകളിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ സോഫ സെറ്റിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജനലിലും വാതിലിലും ഒക്കെ സ്പ്രേ ചെയ്ത് ഇതുപോലെ തുടച്ചു കൊടുത്താൽ നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്താൽ വീട് മുഴുവനും നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ. വീട് മുഴുവനായിട്ടും നല്ലൊരു സുഗന്ധവും നല്ലൊരു ഫീലും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട് മുഴുവനും നല്ല മണം വരുത്താനുള്ള വേറൊരു ടിപ്പാണ്.
കടുകിലേക്ക് ഒരൽപ്പം കംഫർട്ട് നിങ്ങൾ ഒഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകിന് എല്ലാ ബാഡ് സ്മെല്ലും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. കംഫർട്ട് കടുകിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കംഫർട്ട് നല്ലൊരു എയർ ഫ്രഷർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബെഡ്റൂമിലോ ബാത്റൂമിലോ കാറിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് വെച്ചു കൊടുക്കാം. നമ്മുടെ വീടൊക്കെ ഫ്രഷ് ആക്കാനും നല്ലൊരു സ്മെല്ല് കിട്ടാനും പറ്റിയ ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് കംഫർട്ട്. അപ്പൊ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.